1.5 മാസം നീണ്ടു നിന്നിരുന്ന ബീറ്റ ടെസ്റ്റുകൾക്കൊടുവിൽ ആപ്പിൾ iOS 26.1 അപ്ഡേറ്റ് ഒഫീഷ്യലി ഇപ്പോൾ റിലീസ് ചെയ്തേക്കുവാണ്. നിലവിൽ iOS 26 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റിനോടൊപ്പം തന്നെ ആപ്പിൾ ഐപാഡിന്, ആപ്പിൾ വാച്ച്, ആപ്പിൾ TV, മാക്ബുക്ക് ഇതിനെല്ലാത്തിനും OS അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് പുറമെ ചില ആപ്ലിക്കേഷൻസിന്, പ്രത്യേകിച്ച് ഗാരേജ് ബാൻഡ്, ആപ്പിൾ TVയുടെ ലോഗോ തന്നെ ആപ്പിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി പുതിയ ഫീച്ചേഴ്സും ചേഞ്ചസുമാണ് ആപ്പിൾ 26.1 അപ്ഡേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് സൈസ് വന്നിരിക്കുന്നത് ഏകദേശം 9 GB അടുത്താണ്. iPhone 17 Proയിൽ ഡിപ്പെൻഡിങ് ഓൺ ഡിവൈസുകൾ അനുസരിച്ച് അപ്ഡേറ്റ് സൈസിൽ വ്യത്യാസം ഉണ്ടാകും. ഇതിലെ ഒന്നാമത്തെ ചേഞ്ച് iOS 26ന്റെ ഭാഗമായിട്ടുള്ള ലിക്വിഡ് ഗ്ലാസ് UI. യൂസേഴ്സ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ലിക്വിഡ് ഗ്ലാസിന് കൊണ്ടുവന്നിരിക്കുന്ന ട്രാൻസ്ലൂസൻസി എഫക്റ്റിൻ്റെ ആ ഒരു അതിപ്രസരണം. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ അതിനുള്ള പ്രതിവിധി കൊണ്ടുവന്നിട്ടുണ്ട്. സെറ്റിംഗ്സിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആൻഡ് ടിൻറ്റഡ് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഈ ക്ലിയർ ആണ് നിങ്ങൾ ഈ കാണുന്ന പോലെ അതിൻ്റെ പ്രിവ്യൂ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം ട്രാൻസ്ലൂസൻറ്റ് എഫക്റ്റ് കാണാം. ബാക്ക്ഗ്രൗണ്ടിലുള്ള വാൾപേപ്പർ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ കാണാൻ സാധിക്കും. എന്നാൽ ടിൻറ്റഡിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോണം അത് കുറച്ചും കൂടെ ഡാർക്കറായി. ഈ ഒരു ചേഞ്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യുക. കൺട്രോൾ സെൻറ്ററിൽ ഇപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻസ് കാണാം, ബാക്ക്ഗ്രൗണ്ടിൽ വാൾപേപ്പറും കാണാം, നോട്ടിഫിക്കേഷൻസ് കാണാം, ടെക്സ്റ്റൊക്കെ വലിയ കുഴപ്പമില്ലാതെ വായിക്കാനും സാധിക്കും. ഇതിപ്പോൾ ക്ലിയർ ആണ്. എന്നാൽ ഞാനിത് സ്വിച്ച് ചെയ്ത് ടിൻറ്റഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറേയും കൂടെ ഡാർക്കറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെക്സ്റ്റുകളെല്ലാം വളരെ ഈസി ആയിട്ട് ഹസ്സിലില്ലാതെ വായിക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ഡിഫറൻസ് ഓൾ അക്രോസ് ദ സിസ്റ്റം എക്സെപ്റ്റ് നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ അത്ര നമുക്കൊരു വ്യത്യാസം വരത്തില്ല. ഈവൻ ദോ നമ്മൾ ക്ലിയർ സ്വിച്ച് ചെയ്താലും നമുക്ക് വലിയ ഡിഫറൻസ് ഇല്ല. സോ കൺട്രോൾ സെൻറ്റർ ഒഴികെ ബാക്കി ആപ്ലിക്കേഷൻസിൻ്റെയും സെറ്റിംഗ്സിൽ UIയിൽ നമുക്ക് ഈ ഒരു വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 2 ഫോട്ടോസ് ആപ്പിൽ വന്ന കുറച്ച് മാറ്റങ്ങളാണ്. ഒന്ന്, സ്ക്രീൻഷോട്ടുകൾ നമ്മളിനി വ്യൂ ചെയ്യുമ്പം, സ്ക്രീൻഷോട്ടുകൾ മാത്രം കാര്യമാണ്. സ്ക്രീൻഷോട്ടുകൾ വ്യൂ ചെയ്യുമ്പം നമുക്ക് ഫുൾ സ്ക്രീൻ രീതിയിൽ സ്ക്രീൻഷോട്ടുകൾ ഇനി കാണാൻ സാധിക്കത്തില്ല. സെൻട്രൈസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് ഇമേജുകൾ വ്യൂ ചെയ്യുന്നത്. 2, മൾട്ടിപ്പിൾ ഇമേജുകൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിലുള്ള 3 ഡോട്ട് ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റൽ മെനുവിൽ വന്നിരിക്കുന്ന അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ചാണ്. കോപ്പി, ആഡ് ടു ഫേവറേറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, ഹൈഡ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ആ ഒരു ലിസ്റ്റ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് കാണാം പ്ലേ ആസ് സ്ലൈഡ് ഷോ, ഫേവറേറ്റ്, ഹൈഡ് എന്ന് പറയുന്ന ഈ 3 ഓപ്ഷൻസ് ഏറ്റവും ടോപ്പിൽ നമുക്ക് ഹൊറിസോണ്ടലിൽ കൊടുത്തേക്കുന്നത്. 3, വീഡിയോ പ്ലെയറിൻ്റെ ആ UI കുറേയും കൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് താഴെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഓപ്ഷൻ, നമുക്ക് വീഡിയോയുടെ സെക്കൻഡ് ബൈ സെക്കൻഡുകൾ സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ റീവാമ്പ് ചെയ്തിട്ടുണ്ട്. ലോക്ക് സ്ക്രീനിൽ നിന്ന് നമുക്ക് പലപ്പോഴും പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞ് നമ്മളിങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ആക്സിഡൻ്റലി നമ്മൾ ഈ ഒരു ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. ഇതിങ്ങനെ തന്നെ ആണോന്നുമില്ല. നമ്മൾ ഫോൺ പോക്കറ്റിലേക്ക് വെക്കുന്ന സമയത്താണെങ്കിലും അറിയാതെ ഒന്ന് സ്ക്രീൻ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാമറ ആപ്പ് ഓപ്പൺ ആയിരിക്കുന്ന അബദ്ധങ്ങൾ മിക്കപ്പോഴും സംഭവിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു പ്രോബ്ലം ഇനി മുതൽ ഈ ഒരു അപ്ഡേറ്റോടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതിനുള്ളൊരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ തന്നെ ആപ്പിൾ ക്യാമറ സെറ്റിംഗ്സിൽ കൊണ്ടുവന്നേക്കുവാണ്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ലോക്ക് സ്ക്രീൻ സ്വൈപ്പ് ടു ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഇതങ്ങ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോക്ക് സ്ക്രീനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ എന്നല്ല വേറെ ഒന്നും വരത്തില്ല, ജസ്റ്റ് നത്തിങ് ഹാപ്പൻസ്. പിന്നീട് ക്ലോക്ക് ആപ്പിൾ അലാമിൻ്റെ UI ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. അലാം വരുന്ന സമയത്തുള്ള UI ആണ്. നമ്മളിപ്പം അലാം ചെയ്യുന്നതിന് പകരം ഇവിടെ ഞാൻ ടൈമർ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഞാനിവിടെ 6 സെക്കൻഡ് സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് അടിച്ച് ചെയ്യുമ്പം ആ ഒരു അലാം വരുന്ന അതേ ഇൻ്റർഫേസ് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് വാച്ച് അല്ലെങ്കിൽ ടൈമറിനും വരും. സോ ഈ ഒരു രീതിയിലേക്ക് ആപ്പിൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ സ്ലൈഡ് ടു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സ്ലൈഡിങ് UI കൊണ്ടുവന്നേക്കുവാണ്. സോ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് കണ്ടോണം ആ ടൈമും അതോടൊപ്പം റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടണും നമുക്ക് ഒരു ഫെയ്ഡ് ഔട്ട് ആയി പോകുന്നത് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് സ്ലൈഡ് ടു സ്റ്റോപ്പ് വേണ്ട, പഴയ രീതിയിൽ ടാപ്പ് ടു സ്റ്റോപ്പ് മതി എന്നുണ്ടെങ്കിൽ നമുക്കതും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആക്സസിബിലിറ്റി ടാബിൽ ഓപ്പൺ ചെയ്യുക, അതിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ടച്ച് എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് താഴെയാണ് നമുക്ക് ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ ടാപ്പ് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് പ്രിഫർ സിംഗിൾ ടച്ച് ആക്ഷൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഓപ്ഷൻ തന്നെ, ഇതേ അലാം അല്ലെങ്കിൽ ടൈമറിൻ്റെ ഓപ്ഷൻ നമുക്ക് പഴയ രീതിയിലേക്ക് സ്റ്റോപ്പ് ബട്ടണിലേക്ക് പോകുന്നതായിരിക്കും. സോ ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അടുത്തത് iOS 26 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു, യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അവർ കോൾ വിളിക്കുന്ന സമയത്ത്, ആ ഓപ്പോസിറ്റുള്ള ആൾ കോൾ എടുക്കുന്ന സമയത്തും കോൾ കട്ട് ചെയ്യുന്ന സമയത്തും വൈബ്രേഷൻ വരുന്നു എന്നുള്ളത്. ആദ്യം സംഭവം എന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് iOS 26ൻ്റെ ഒരു ഫീച്ചറാണ് ഈ ഒരു വൈബ്രേഷൻ എന്നുള്ളത്. കാരണം നമ്മൾ കോൾ സ്പീക്കറിൽ ഇടാതെ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഓപ്പോസിറ്റുള്ള ആൾ
കോൾ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കോൾ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമ്മുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ അത് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. വീണ്ടും സെറ്റിംഗ്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക, അതിൽ ഫോൺ എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുക. ഫോൺ സെറ്റിംഗ്സിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതങ്ങ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കോൾ എടുക്കുമ്പോഴും കോൾ കട്ട് ചെയ്യുമ്പോഴും ഉള്ള ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഹാപ്റ്റിക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഡിസേബിൾ ചെയ്താൽ മതി. പിന്നീട് ഫോൺ ആപ്പിൻ്റെ തന്നെ ഡയൽ പാഡ് ചെറുതായിട്ട് ആപ്പിൾ ഒന്ന് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ആണ് നിങ്ങൾ കാണുന്നത്. എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുവരെ iOS 26 പോലും നമുക്ക് ആ ഒരു പഴയ രീതിയിലുള്ള ഗ്രേ കളറിലുള്ള കീപാഡ് ഡയൽസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ പുതിയ അപ്ഡേറ്റിലേക്ക് വന്നപ്പം ആപ്പിൾ അതും ലിക്വിഡ് ഗ്ലാസിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് സെറ്റിംഗ്സിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷനകത്ത് പോയാൽ ആപ്പിൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു കാര്യം തിരികെ ഇപ്പം ചെറിയ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ബാക്ക്ഗ്രൗണ്ട് സെക്യൂരിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ. ഇതിൽ ടാപ്പ് കഴിഞ്ഞാൽ iOS 17 അപ്ഡേറ്റിൻ്റെ സമയത്ത് റാപ്പിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് വരുന്നത് മാത്രം എന്താണോ സെക്യൂരിറ്റി പാച്ച് അത് മാത്രമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുക. എൻ്റയർ അപ്ഡേറ്റ് കൊണ്ടുവരുന്നതിന് പകരം പാച്ച് മാത്രമായിട്ട് പുഷ് ചെയ്തുകൊണ്ട് യൂസേഴ്സിന് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ഫീച്ചർ ആപ്പിൾ ഇപ്പം വേറൊരു രീതിയിൽ സെക്യൂരിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് എന്നുള്ള രീതിയിൽ അണ്ടർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഓപ്ഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫുൾ അപ്ഡേറ്റ് കൊണ്ടുവരുന്നതിന് പകരം സെക്യൂരിറ്റി പാച്ചസ് മാത്രമായിട്ട് ആപ്പിൾ അപ്ഡേറ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതിലൂടെ നമുക്ക് ആ ഒരു സെക്യൂരിറ്റി പാച്ച് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും, ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിന്റെ ഓപ്ഷനിൽ ചെറിയൊരു UI ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സൈലന്റ് ബട്ടൺ, ഇതുവരെ സൈലന്റ് മോഡ് എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ബട്ടൺ വരുന്നത് പച്ച കളറിൽ തന്നെയാണ്. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ ചെറിയൊരു സ്ലൈഡ് ചേഞ്ച് ഉണ്ട്. കംപ്ലീറ്റ്ലി റെഡ് കളറിലേക്ക് സ്വിച്ച് ആവും ആ ബട്ടൺ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. സെറ്റിംഗ്സിൽ ഏത് ഓപ്ഷൻസും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെഡിങ്ങോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനോ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ആയിട്ടുണ്ട്. ഇവിടെ കാണുന്ന പോലെ ഗിഫ് ഐക്കൺ, ഹെഡിങ്, ഡിസ്ക്രിപ്ഷൻ എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തേക്കുവാണ്. എവിടെ നോക്കിയാലും നിങ്ങൾക്കിപ്പം ലെഫ്റ്റ് സൈഡ് അലൈൻമെന്റ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് അലൈൻ ചെയ്തേക്കുന്നു. ഇതേ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഓപ്ഷനിൽ തന്നെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു മിസ്റ്റേക്ക് ആപ്പിൾ പാച്ച് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ സൂം ഓപ്ഷനിൽ ഇപ്പോഴത്തെ വാൾപേപ്പർ ആപ്പിൾ iOS 26 വാൾപേപ്പർ ആക്കി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷന് ചെറിയൊരു മൈനർ അപ്ഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാൽക്കുലേറ്റർ ആപ്ലിക്കേഷന്റെ ഹിസ്റ്ററി ഐക്കൺ ആപ്പിൾ ഗിഫ് ഐക്കൺ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഇതുപോലത്തെ ഒരു ഹാൻഡ് ബർഗർ ടൂൾ ആയിരുന്നു. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹിസ്റ്ററി ഐക്കൺ അവിടെ ആ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഐക്കണാണ് ആപ്പിൾ പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഹിസ്റ്ററി ഐക്കൺ. അതിൽ ടാപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി കാണാൻ സാധിക്കുന്നതാണ്. ഇതേ ക്ലോക്ക് ആപ്പിൻ്റെ വിജിറ്റിലും ആപ്പിൾ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആ സെക്കൻഡ് സൂചി വളരെ സ്മൂത്ത് ആയിട്ടാണ് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഡിവൈസ് ലോ പവർ മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോ പവർ മോഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ അതേ ക്ലോക്ക് വിജിറ്റിൻ്റെ സെക്കൻഡ് സൂചി ഇപ്പം ടിക്കിംഗ് മോഷനിലേക്ക് പോകുന്നതാണ്. പിന്നീട് സെറ്റിംഗ്സ് ആക്സസിബിലിറ്റി ഓപ്ഷനിൽ ഡിസ്പ്ലേ ഓപ്ഷനിലേക്ക് ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സൈസ് ഓപ്ഷനിൽ പുതിയൊരു ഓപ്ഷൻ കൂടെ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഷോ ബോർഡർ എന്ന് പറയുന്നത്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോർഡേഴ്സ് കാണാൻ സാധിക്കും. ഇത് എല്ലായിടത്തും നമുക്ക് വിസിബിൾ ആയിരിക്കും. ബാക്ക് ബട്ടണിൽ നമുക്ക് ആ ഒരു ബോർഡർ കാണാൻ സാധിക്കും. താഴെയുള്ള ഡോക്കിലും നമുക്ക് ആ ഒരു ബോർഡേഴ്സ് വിസിബിൾ ആണ്. ഈവൻ സെർച്ച് ബാറിലും നമുക്ക് ആ ഒരു ബോർഡേഴ്സ് വിസിബിൾ ആണ്. പിന്നീട് ഫിറ്റ്നസ് ആപ്പിൽ വർക്കൗട്ട് ഓപ്ഷനിൽ നമുക്കിപ്പം കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. വർക്കൗട്ടുകൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും ടോപ്പിൽ ഈ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ഇനി സെലക്ട് ചെയ്യാം. സോ ഡിഫറെൻറ്റ് വർക്കൗട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ വർക്കൗട്ടുകളും ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് താഴെയുള്ള അതിൻ്റെ ഡ്യൂറേഷൻ, ആക്റ്റീവ് കാലോറി, എഫേർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി ഓപ്ഷനിലേക്ക് ആപ്പിൾ പുതിയ 8 ലാംഗ്വേജുകൾ ഈ ഒരു അപ്ഡേറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഇൻക്ലൂഡിങ് വിയറ്റ്നാമീസ്, ചൈനീസ്, ഡാനിഷ്, നോർവീജിയൻ, ഇങ്ങനെയുള്ള പുതിയ ഭാഷകൾ. ഓൾമോസ്റ്റ് ഇതേ ലാംഗ്വേജുകളുടെ ചേഞ്ച് ആപ്പിൾ ട്രാൻസ്ലേറ്റർ ആപ്പിലും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ട്രാൻസ്ലേറ്റർ ആപ്പ് ഏറ്റവും ടോപ്പിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിൽ ഈ പറഞ്ഞ പോലെ ചൈനീസ്, ഡച്ച്, അതോടൊപ്പം തന്നെ ഹിന്ദി, ടർക്കിഷ്, വിയറ്റ്നാമീസ് ലാംഗ്വേജുകൾ ആപ്പിൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ലോക്കൽ ക്യാപ്ചർ എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ ആപ്പിൾ പ്രീവിയസ്ലി കൊണ്ടുവന്ന iOS 26 ഇൻക്ലൂഡ് ചെയ്തൊരു ഫീച്ചർ തന്നെയാണ് ലോക്കൽ ക്യാപ്ചർ. അതിന് ചെറിയൊരു ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഫയൽസ് ആപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷനിലേക്ക് ഇതിൻ്റെ ഫയൽസ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പുതിയ കുറച്ച് ചേഞ്ചസ് ആണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നത്. ഇനി ബഗ് ഫിക്സുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം കോർണർ റേഡിയസ് ആണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ നമുക്ക് പ്രീവിയസ്ലി ഇവിടെ കാണാം. ഇതിൻ്റെ കോർണർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആ ഡിവൈസിൻ്റെ റേഡിയസ് ആ ഒരു കോർണറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലല്ല പോയേക്കുന്നത്. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ നമ്മൾ ഇതേ കോർണർ റേഡിയസ് നമുക്ക് കാണാൻ സാധിക്കും. ഡിവൈസിൻ്റെ കർവിങ്ങുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു കോർണർ റേഡിയസ് പോയേക്കുന്നത്. പിന്നീട് ആപ്പ് ലൈബ്രറി, അതിൽ ഇതുപോലെ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്തോ സ്ക്രോൾ ചെയ്യുന്ന സമയത്തോ ഡിവൈസ് സ്റ്റക്ക് ആവുന്നു അല്ലെങ്കിൽ ലാഗ് ഫീൽ ചെയ്യുന്നു എന്ന് നിരവധി യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്തൊരു കാര്യമാണ്. അത് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒപ്പം കാർപ്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് കാർപ്ലേ. ഇതിൽ നിരവധി യൂസേഴ്സ് സ്ഥിരം കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന
വരുന്ന ഇഷ്യൂ ആയിരുന്നു കണക്ടിവിറ്റി ഇഷ്യൂ. ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആവുന്നു, അല്ലെങ്കിൽ റീകണക്ട് ആയിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ചില ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സെറ്റിംഗ്സ് ഒന്നും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത്. അത് ആപ്പിൾ നല്ല രീതിയിൽ കാർപ്ലേ ഇഷ്യൂസ് പരിഹരിച്ചിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ. ഡെഫിനറ്റ്ലി കാർപ്ലേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. സോ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യണോ വേണ്ടയോ, ഷുഡ് യു അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ. കാരണം കഴിഞ്ഞ 1.5 മാസമായിട്ട് റെഗുലർലി ഇതിൻ്റെ ബീറ്റ റിലീസുകൾ കൊണ്ടുവന്ന് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രോബ്ലംസ് ഓൾമോസ്റ്റ് പരിഹരിച്ചിട്ട് കൊണ്ടുവന്ന ഒരു റിലീസാണ് 26.1. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം ബീറ്റ യൂസ് ചെയ്തപ്പോൾ പോലും നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ കറൻറ്റ്ലി ബാറ്ററി ട്രെയിനിങ് അല്ലെങ്കിൽ കണക്ടിവിറ്റി, നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, പ്രത്യേകിച്ച് കാർപ്ലേ പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി അപ്ഡേറ്റ് ചെയ്യുക. അതോടൊപ്പം സെക്യൂരിറ്റി പാച്ചസും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മിലൻ. Catch us next one. Until then, peace out.